ഈ അണ്ടകടാഹത്തിലെ സകല ജീവികളും ഭൂമിയുടെ അവകാശികളാണെന്ന് നമ്മെ പഠിപ്പിച്ച വിശ്വസാഹിത്യകാരൻ്റെ ഓർമ്മ ദിനമാണിന്ന്. ലളിതസുന്ദരമായ ഭാഷയിലൂടെ ഒരു കാലഘട്ടത്തെ ആകെ അടയാളപ്പെടുത്തിയ വൈക്കം മുഹമ്മദ് ബഷീർ പകരക്കാരനില്ലാത്ത ഒരൊറ്റ മരമായി മലയാള സാഹിത്യത്തിൽ ഇന്നും നിലനിൽക്കുമ്പോൾ നീണ്ട 30 വർഷത്തിന് ശേഷവും അദ്ദേഹത്തിൻ്റെ ഓർമ്മകളാണ് മലയാളത്തിൻ്റെ തണലും തണുപ്പും. 1908 ജനുവരി 21 കോട്ടയം ജില്ലയിലെ വൈക്കത്തിനടുത്തുള്ള തലയോലപ്പറമ്പിലായിരുന്നു ബഷീറിൻ്റെ ജനനം. സ്കൂൾ പഠനകാലത്ത് ഗാന്ധിജിയെ കാണാനായി വീട്ടിൽ നിന്നും പോയത് മുതലാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം ഗതി മാറുന്നത്. കോഴിക്കോട്ടെത്തി ഗാന്ധിജിയെ കണ്ട ബഷീർ പിന്നീട് സ്വാതന്ത്ര്യ സമര രംഗത്തേക്ക് വന്നു. ഉപ്പു സത്യാഗ്രഹത്തിൽ പങ്കെടുത്തതിൻ്റെ പേരിൽ 1930 അദ്ദേഹം ജയിലിലായി. സമരത്തിനിടെ ഗാന്ധിയെ തൊട്ട കഥ പിൽക്കാലത്ത് അഭിമാനത്തോടെ പരാമർശിച്ച ബഷീർ പതിയെ എഴുത്തിലേക്ക് തിരിഞ്ഞു. അക്കാര്യത്തെക്കുറിച്ചും അദ്ദേഹം രസകരമായൊരിക്കൽ പറഞ്ഞിട്ടുണ്ട്. അതിങ്ങനെയാണ്: കുഴിമടിയന്മാരായ ബടുക്കൂസുകൾക്ക് ചെയ്യാൻ പറ്റിയൊരു പണിയെപ്പറ്റി തല പുകഞ്ഞാലോചിച്ചപ്പോൾ നിധി കിട്ടിയ മാതിരി ഒരെണ്ണം കിട്ടി. സാഹിത്യം. എഴുത്തുകാരനാവുക. വലിയ ബുദ്ധിയൊന്നും വേണ്ട, ചുമ്മാ എവിടെയെങ്കിലും കുത്തിയിരുന്ന് എഴുതിയാൽ മതി. അനുഭവങ്ങൾ ഇച്ചിരിപ്പിടിയോളം ഉണ്ടല്ലോ, അവനെയൊക്കെ കാച്ചിയാൽ മതി. എഴുതി. അങ്ങനെ ഞാൻ എഴുത്തുകാരനായി. പക്ഷേ ആ എഴുത്തുകൾ മലയാളികൾക്ക് പുതിയൊരു ഭാവപ്രപഞ്ചമാണ് പിന്നീട് തുറന്നു നൽകിയത്. മലയാള ഭാഷ അന്നുവരെ കണ്ടിട്ടില്ലാത്ത ആഖ്യാനവും പ്രയോഗങ്ങളും ആ തൂലികയിലൂടെ പ്രവഹിച്ചു. വായനക്കാർ ബഷീറിൻ്റെ നർമ്മരസങ്ങളിലൂടെ ഊറിച്ചിരിച്ചു, ചിലപ്പോഴൊക്കെ വിതുമ്പി. ബഷീറിയൻ സാഹിത്യം പിൽക്കാലത്ത് മലയാളത്തിലെ ഒരു സാഹിത്യശാഖയായി പോലും മാറി. അദ്ദേഹം ബേപ്പൂർ സുൽത്താനായി. സാധാരണക്കാരുടെ ജീവിതമായിരുന്നു ബഷീർ എപ്പോഴും എഴുതിയത്. ജയിൽ പുള്ളികളും പട്ടിണി കിടക്കുന്നവരും സ്വവർഗാനുരാഗികളും ഭിക്ഷക്കാരും വേശ്യകളും എല്ലാം അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങളായി. സ്നേഹമായിരുന്നു അദ്ദേഹത്തിൻ്റെ മുഖമുദ്ര. പ്രകൃതിയിലെ സകല ജീവജാലങ്ങളെയും ബഷീർ സ്നേഹിച്ചു. മൂർഖനും ആടും പൂച്ചയും മൂക്കനും ആനയുമെല്ലാം അദ്ദേഹത്തിൻ്റെ വാത്സല്യം അനുഭവിച്ചവരാണ്. അവരൊക്കെ തന്നെയായിരുന്നു ബഷീർ കഥകളിലെ നായകന്മാരും. അനുഭവങ്ങളുടെ തീച്ചോളിൽ നിന്നും ബഷീർ അന്ന് കടലാസിലേക്ക് പകർത്തിയ ജീവിതങ്ങളൊക്കെ ഇന്ന് മലയാളത്തിൻ്റെ ക്ലാസിക്കുകളാണ്. ബാല്യകാല സഖി, പാത്തുമ്മയുടെ ആട്, എൻ്റെ ഉപ്പുപ്പാക്കൊരു ആനയുണ്ടായിരുന്നു, മതിലുകൾ, പ്രേമലേഖനം, അനർഘ നിമിഷം എന്നിവ സാഹിത്യപ്രേമികൾ ഇന്നും നെഞ്ചേറ്റുന്ന ബഷീറിയൻ ക്ലാസിക്കുകളാണ്. 1994 ജൂലൈ 5 ഇഹലോകത്തു നിന്നും വിടവാങ്ങിയ ബഷീർ എന്ന ആ മഹാപ്രതിഭയുടെ ഓർമ്മകൾ സാഹിത്യപ്രേമികൾക്ക് ഇന്നും മനസ്സിലൊരു കുളിർമയാണ്. മാങ്കോസ്റ്റീൻ മരച്ചുവട്ടിലെ ചാരുകസേരയിലിരുന്ന് തൻ്റെ ഗ്രാമഫോണിൽ സോജാ രാജകുമാരി പാട്ടും കേട്ടിരിക്കുന്ന ബഷീറിൻ്റെ ചിത്രം ഇന്ന് മലയാള സാഹിത്യത്തിൻ്റെ തന്നെ ഒരു ബ്രാൻഡായിരിക്കുന്നു. പ്രിയ കഥാകാരൻ്റെ ഓർമ്മകൾക്ക് പ്രണാമം.